തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് എപ്പോൾ നടത്തണമെന്ന വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനും സർക്കാരും തമ്മിൽ നാളെ ചർച്ച നടക്കും. 2010 വാർഡുകൾ അടിസ്ഥാനപ്പെടുത്തി തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന ആവശ്യത്തിൽ കമ്മീഷനും പുതിയ നഗരസഭകളെ ഉൾപ്പെടുത്തണമെന്ന ആവശ്യത്തിൽ സർക്കാരും ഉറച്ചു നിന്നേക്കും. കമ്മീഷന്റെ ആവശ്യത്തോട് കോൺഗ്രസ് അനുകൂല നിലപാടിലേക്ക് എത്തിയെങ്കിലും ലീഗ് നിലപാടിൽ അയവ് വരാത്തത് സർക്കാരിന് തലവേദന സൃഷ്ടിക്കുന്നുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തുകളുടെ വിഭജനവും തടഞ്ഞ് കോടതി വിധി എത്തിയതോടെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാടുകളോട് യോജിക്കാൻ കോൺഗ്രസിൽ ധാരണയായത്. ഇതുമായി ബന്ധപ്പെട്ട് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തെരഞ്ഞെടുപ്പ് കമ്മീഷണർ കെ ശശിധരനുമായി ഫോണിൽ ചർച്ച നടത്തി. എന്നാൽ മുസ്ലിം ലീഗ് തീരുമാനത്തോട് ഒരുവിധത്തിലും യോജിക്കുന്നില്ല. പുതിയ നഗരസഭകൾ ഉൾപ്പെടുത്തി തന്നെ വേണം തെരഞ്ഞെടുപ്പ് നടത്താൻ എന്നാണ് ലീഗ് വാദം. ഇതിനായി വേണമെങ്കിൽ 2 ഘട്ടമായി തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനോടും വിരോധമില്ല. എന്നാൽ ഇക്കാര്യത്തിലെ പ്രായോഗിക ബുദ്ധിമുട്ട് കമ്മീഷൻ സർക്കാരിനെ ബോധ്യപ്പെടുത്തും. കമ്മീഷനുമായുള്ള യോഗത്തിനു മുമ്പ് സർക്കാർ തലത്തിൽ ധാരണയ്ക്കായി മന്ത്രിമാർ യോഗം ചേരും. സർക്കാരുമായുള്ള യോഗത്തിൽ അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ സ്വന്തം നിലയ്ക്ക് തെരഞ്ഞെടുപ്പ് നടത്താനുള്ള നീക്കവുമായി കമ്മീഷൻ മുന്നോട്ടു പോകും. ഈ സംബന്ധിച്ച നിയമോപദേശം കമ്മീഷന് ലഭിച്ചതായാണ് സൂചന. ഒക്ടോബർ 2ാം വാരം തെരഞ്ഞെടുപ്പ് നടത്താനാണ് കമ്മീഷന്റെ ലക്ഷ്യം. റിപ്പോർട്ടർ, തിരുവനന്തപുരം.